ഞങ്ങളാണ് നിങ്ങളോടൊപ്പം ബ്രദേഴ്സ് ട്രാക്ക്. അപ്പോൾ ഗൈസ് അപ്പോൾ കുറേ കാലത്തിന് ശേഷം ബ്രദേഴ്സ് ബാക്ക് ടു ട്രാക്ക്. അപ്പോൾ കുറേ കാലമായി വ്ളോഗ് എടുത്തിട്ടെന്നറിയാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വീഡിയോ പൊളിക്കും. എല്ലാവരും സ്കിപ്പാക്കാണ്ട് ഫുള്ളായി കാണാൻ നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. മുണ്ടൊക്കെ തെച്ചെന്ത് പരിപാടിക്കാ? എന്ത് പരിപാടി? വിഷുവല്ലേ മോനെ? എന്റെ മുണ്ടും തേക്കുന്ന അപ്പൊ ഇന്നത്തെ പരിപാടി ഗൈസ് വിഷു ഷൂട്ട്. സത്യം അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷു വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായി കാണുക. കിടിലൻ സദ്യ ഉണ്ട്. അപ്പോൾ ലുക്കൊക്കെ കാണിച്ചു തരാം. എനിക്ക് തേച്ച് കഴിഞ്ഞിട്ട് തേക്കാനും വയ്യ ഗൈസ്. വെറുതെ ചിത്തോറിയിലോട്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് അവിടെ നിന്ന് കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. ഓക്കെ അപ്പോൾ ഗൈസ് എല്ലാം റെഡിയായി. നമ്മളിതാ വണ്ടി കയറാൻ നിൽക്കുകയാണ്. നിൽക്കാൻ നോക്കിയോ, അതിൻ്റെ കൂടി വണ്ടി കയറിയിരിക്കണോ? ഐബ്രാ യോ ബ്രോ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. അപ്പോൾ നമ്മൾ ഗൈസ് പോവാൻ നിൽക്കുകയാണ്. ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് കാണുന്നുണ്ടോ? സമയമില്ല. അപ്പോൾ ഗൈസ് ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് പോണ വഴിക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ സ്പോട്ട് എത്താനായി. ഇതൊക്കെ സ്പോട്ട് എത്താനായില്ലേ? സ്പോട്ടിൽ തന്നെ ഗൈസ്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു വ്ളോഗ് ഇടുന്നത്. സത്യം വ്ളോഗ് ഇടാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇൻസ്റ്റയിൽ ഷൂട്ടുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ്. വർക്ക് എല്ലാം കൊണ്ടും നമുക്കൊരു ടൈം സെറ്റായിട്ട് വരാത്തതുകൊണ്ടാണ് നമ്മൾ വ്ളോഗ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ പരമാവധി ഇനി വ്ളോഗും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഷോർട്സ് ഉണ്ട് ഗൈസ്. ഷോർട്സ് കാണാത്തവരൊക്കെ ആണെങ്കിൽ യൂട്യൂബ് കയറിയിട്ട് ഷോർട്സ് കാണട്ടോ. നമ്മളിപ്പോൾ ഷോർട്സിൽ കുറച്ച് ആക്റ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് വേണം. യൂട്യൂബ് നമ്മളിപ്പോൾ കുറച്ചായിട്ട് ലൂസ് വിട്ട പോലെ നമുക്കൊരു ഫീൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബാക്ക് ടു ട്രാക്ക് ആവാമെന്ന് കരുതിയത്. ഇപ്പോൾ ബ്രദേഴ്സ് ഓൺ ട്രാക്ക് ഇൻസ്റ്റയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റഡ് എന്നാണ് ഞങ്ങൾക്കും തോന്നുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റിമറിക്കും. അല്ല, ഇനിയിപ്പോൾ യൂട്യൂബിൽ കാണുന്നവർ ഇൻസ്റ്റഗ്രാം അറിയാത്തവരാണെങ്കിൽ ഇൻസ്റ്റയിൽ കയറിയിട്ട് നമ്മുടെ സംഭവങ്ങളൊക്കെ കാണണം. ഇൻസ്റ്റയിൽ നമ്മൾ കുറേ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അഭിപ്രായങ്ങളൊന്നും എല്ലാവരും ഒന്ന് പറയണം. നന്നായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ അടുത്ത് പറയണം. അപ്പോൾ വിഷു ആണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷു ആവട്ടെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിഷു വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ മൊത്തം ഉണ്ടാവുക. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഒരു കിടിലൻ സ്പോട്ടിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത്. നമുക്ക് വേണ്ടപ്പെട്ട ഒരു സ്പോട്ടും കൂടിയാണ്. ഇൻസ്റ്റാഗ്രാമിലുള്ളവർക്ക് അറിയാം, നമ്മൾ എന്നും ചെയ്യണ ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ ഏതാണെന്നുള്ളത് എന്താണെന്നുള്ളതൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഞങ്ങളങ്ങനെ സ്പോട്ടിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അല്ല സ്പോട്ടെത്തി നല്ല വെയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിഷു ആഘോഷം നമ്മുടെ എന്നും സ്വന്തം നമ്മുടെ ഇതായ വൈറ്റ് ഹൗസിലാണ്. അപ്പോൾ ഇത് കാണിച്ചു കൊടുത്താ സാർ 220 ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ജാസിൻ്റെ കോസ്റ്റ്യൂം ആണ് കളിയാ. ആണ് എൻ്റെ കോസ്റ്റ്യൂം ഗൈസ്. ആണ് ജാസിൻ്റെ കോസ്റ്റ്യൂം. എന്നുണ്ട് ഗൈസ്? പുള്ളിയല്ലേ? എൻ്റെ എടുക്ക് ഇത് ഇക്കാൻ്റെ കോസ്റ്റ്യൂം ആണ് ഗൈസ്. എന്നുണ്ട് ഗൈസ്? അപ്പോൾ രണ്ടുപേരുടെയും എന്താണ് കോസ്റ്റ്യൂമിനെ കുറിച്ച് റൈറ്റിംഗ് ചെയ്യണം അല്ലേ ജാസേ? അപ്പോൾ നമുക്ക് ഉള്ളിലെത്തിയിട്ട് കാണാം. ഇതെടുക്ക്, മറ്റേ എടുക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ സദ്യ കഴിക്കാനാണ് പോണത്. അപ്പോൾ ഹാപ്പി വിഷു. വീഡിയോ ഉഷാറായതാ. ഇത് നമ്മുടെ വ്ളോഗറാണ്. ഇത് വ്ളോഗിങ്ങാ. നിങ്ങളുടെ വീഡിയോ ഉണ്ട് പൊളി. എന്തല്ല, നമസ്കാരം, ഹാപ്പി വിഷു. നമ്മുടെ ബോസ് കേട്ടോ. ഇതാണ് നമ്മുടെ മുതലാളി. ഇതാണ് നമ്മുടെ ഇതിന്റെ മെയിൻ മുതലാളി അല്ലേ? പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മുതലാളി എന്നിട്ട് ഉഷാറാ.
ഇതാ ജസ്റ്റ് നമ്മുടെ മെയിൻ ആണ്. നമ്മളെ ജോമോൻ ബ്രോ എന്നല്ല ഉഷാറാവണം. ഇതവിടെ വിഷു പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തൊക്കെയാന്നു? ഇത് പച്ചമോര്, രസം, പാലട പായസം, പ്രഥമൻ. ഇത് വെക്കണം. ഇത് വെച്ചാ ഒന്ന് നമ്മുടെ എല്ലാവർക്കും കേൾക്കാനോ. ബുദ്ധിക്കോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? പായസത്തിന്റെ പേര് പറയണമെങ്കിൽ അയാളാണ് ഇതിന്റെ ഉസ്താദ്. എവിടെ ആരൊക്കെയാണ്? ഞാൻ കയറിപ്പോയി ഫുള്ള് നോക്കി ചേച്ചാ, ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഗൈസ്. ഇതിന്റെ എല്ലാം പറയണോ? ഞാൻ നോർമൽ ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എനിക്ക് ഇതില് എനിക്ക് അത്ര ക്ലാരിറ്റി ഇല്ല. ഞാൻ സദ്യ ഇഷ്ടപ്പെടാത്ത ആളാണ്. അങ്ങനെ പറയാൻ പറ്റും. ഇത് വ്ളോഗാണ്, എല്ലാം കേൾക്കൂട്ട ആൾക്കാര്. ഇത് വ്ളോഗാണ്. ബിസിയാണ് ഗൈസ്. നമ്മുടെ മുതലാളിന്റെ എന്താണ് വിഷുവിന്റെ കാര്യങ്ങളൊക്കെ? ഹാപ്പി വിഷു. നമ്മള് ഫുൾ സദ്യ സെറ്റ് ആക്കിയിട്ടുണ്ട്. എൻജോയ്. എത്ര ഡിഷുകളാണ്? ഓൾമോസ്റ്റ് 28 ഐറ്റംസ്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടവർക്ക് അറിയാം ഈ സ്പോട്ടിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നും ക്വാളിറ്റി എന്താണെന്നും. അപ്പൊ കിടിലൻ സദ്യ ഒക്കെ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ബുക്കിംഗ് കാര്യം തീർച്ചയായിട്ടും നമ്മുടെ പറയാനില്ലല്ലോ. അപ്പൊ എല്ലാവരും സ്വാഗതം ചെയ്യും. ഓൾ ആർ വെൽക്കം. എല്ലാവരും എന്തായാലും വരിക, എൻജോയ് ചെയ്യുക. വിഷു നമുക്ക് വൈറ്റ് ഹൗസിന്റെ കൂടെ അടിച്ചുപൊളിക്കാം. നമ്മുടെ വിഷു വിശേഷങ്ങളെല്ലാം ഇവിടെ വൈറ്റ് ഹൗസിലാണ് ഗൈസ്. അപ്പോൾ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം ഓരോന്നായിട്ട്. നമ്മുടെ മെയിൻ ഷെഫ് വരുന്നുള്ളൂ, കുറച്ച് തിരക്കുകളൊക്കെ തീരട്ടെ. എന്താണ് വിഷു വിശേഷങ്ങളൊക്കെ? അടിപൊളി പായസം, നല്ല പച്ചടിയും കിച്ചടിയും ഒക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് സെറ്റാണ്. അപ്പോൾ എന്തെങ്കിലും വിഷുവിന് മിസ് ചെയ്യണ്ട? അതെല്ലാം നമ്മളിവിടെ തീർക്കണോ? അടുത്ത ആൾക്കാര് ഇവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് കേട്ടോ. എന്താണ് വിഷു വിഷു ഒക്കെ എന്താണ് സദ്യന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? എത്ര ഡിഷസ് ആണ് കാര്യങ്ങളൊക്കെ? അപ്പൊ പൊളിക്കും, വിഷു തകർക്കും അല്ലേ? അപ്പൊ എല്ലാവരും സ്വാഗതം ചെയ്യണോ അല്ലേ? നമ്മൾ മെയിൻ ഷെഫൊക്കെ വരാനുണ്ട്. ബോസും ഇങ്ങോട്ട് വരി. ഇവരുടെ രണ്ടുപേരും നമുക്കൊന്നും പറയാനില്ലാത്ത ആൾക്കാരാണ് കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടുള്ള 2 വ്യക്തികളാണ്. ഇത് പരിചയപ്പെടുത്തി കൊടുക്കുക. എൻ്റെ പേര് അജു, വൈറ്റ് ഹൗസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. എൻ്റെ പേര് ജോമോൻ. ഞാൻ ഈ പറയുന്ന മാനേജ്മെന്റിന്റെ കൂടെ തന്നെ എല്ലാ കാര്യത്തിനും ഉള്ള ആളാണ്. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡും കൂടിയാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും ഞാൻ ഇവരെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ വിഷു ആയതുകൊണ്ട് നമ്മളെല്ലാവരും വിഷുവിന്റെ ഇതിലേക്ക് നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാം നല്ലതുപോലെ ആവട്ടെ. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇന്നത്തെ ഇവിടെ കഴിക്കുന്നവരുടെ വിശേഷങ്ങളെല്ലാം നമ്മൾ കാണിച്ചു തരും. അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും, എന്തൊക്കെയാണ് വിഷുവിന് മിസ് ചെയ്യാനുള്ളതെന്ന് കേൾക്കും. ഇന്നത്തെ വ്ളോഗ് എല്ലാവരും ഫുള്ളായി കാണുക. അപ്പോൾ ഏറെക്കുറെ കുറച്ചിട്ട് കാണാം. വിഷു സദ്യയാണ് ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇല വന്നിട്ടുണ്ട്. നമ്മുടെ ഫുഡ് ഓരോന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നാട് മിസ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇവിടെ കിട്ടില്ല. കാരണം നമുക്ക് അവിടത്തെക്കാളും ഡിഷസ് ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം 28 ഡിഷസ് തന്നെ വെച്ചിട്ട് നമ്മുടെ നാടിനെക്കാട്ടി വെല്ലണ ഓണസദ്യയാണ് നമുക്ക് വൈറ്റ് ഹൗസ്. നമുക്ക് ഇന്നത്തെ ഇത് കേട്ടോ. കണ്ടോ പായസങ്ങൾ 3 2 തരാം പായസം. 2 തരം പായസം. മറ്റേ എന്താണ് മട്ടച്ചോറും മറ്റേ ചോറും പപ്പടം. എന്താണ് ഉപ്പേരികള്. മെയിൻ സാധനം ചക്കര വരട്ടിയും വത്തലും. പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാഴയില. അപ്പോൾ നല്ല സദ്യയൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിൽ താഴത്തെ നമ്പർ കൊടുക്കൂട്ടോ നമ്മള്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി, നമ്മൾ അതിൻ്റെ നമ്പർ തരും. ബോസേ എന്താണ് വിഷു ഒക്കെ ആയിട്ട്? എന്താണെന്ന് വെച്ചാൽ ഈ 2 നാളെയും വിഷു ആഘോഷമാണ് വൈറ്റ് ഹൗസിൻ്റെ ഭാഗ. ഞങ്ങളിന്ന് നല്ലൊരു സദ്യയാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വരിക, നമ്മുടെ വൈറ്റ് ഹൗസിൻ്റെ കൂടെ വിഷു ആഘോഷിക്കാം. നല്ലൊരു സദ്യ ഉണ്ട്, സന്തോഷത്തോടെ നമുക്ക് പിരിയാം.
ഇങ്ങോട്ട് വാ വ്ളോഗാണ് ഇത്, മറ്റേതല്ല, പ്രൊമോഷൻ അല്ല ഇത്. ഗൈസ് അപ്പൊ സദ്യ ഒക്കെ നമ്മുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ 28 ഐറ്റം കൂടി ഒരു കിടിലൻ സദ്യയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഇത് കണ്ടാ, അങ്ങോട്ട് വാ, കാണിച്ചു കൊടുക്ക് ചോസേ. ഇതിന്റെയൊക്കെ പേരെന്താണ്? ഇത് സാമ്പാർ, മാമ്പഴ പുളിശ്ശേരി. നിന്റെ അടുത്ത് മൈക്കില്ല, അതുകൊണ്ട് മറ്റേ പുളിശ്ശേരി കാര്യങ്ങൾ മറ്റേത് പിടിച്ചത്. അത് 28 ഐറ്റം കൂടി ഒരു കിടിലൻ സദ്യയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കണതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ബാക്കിയുള്ളത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഭയങ്കര തീറ്റ, ഭയങ്കര അടിയാണ്, ഭയങ്കര അടിയോടെ അടി. ഗൈസ് കിടിലൻ സദ്യ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓണവിശേഷങ്ങളെ, ഓണവിശേഷം അല്ലടാ, എന്താണ് വിഷുവിശേഷങ്ങൾ, സോറി ഗൈസ്, വിഷുവിശേഷങ്ങളൊക്കെ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത് അല്ലേ ജാസേ? വൈറ്റ് ഹൗസ് കിടിലൻ ഫുഡാണ്, മസ്റ്റ് ട്രൈ ആണ്, ഫസ്റ്റ് ട്രൈ ഒരു ഇതാണ്. 28 ഐറ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ് ബാക്കി അപ്പോൾ ഗൈസ് ഫുഡൊക്കെ കണ്ടിച്ച് അയ്യാ പൊളി ഫുഡായിരുന്നു, ഉഷാറായി. അപ്പോൾ ഓണവിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ, ഓണവിശേഷം തന്നെ വായിൽ വരുന്നു. വിഷു വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി എന്താ പരിപാടി എന്നറിയില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വിഷുദിന പരിപാടി നമ്മൾ ഇവിടെ തീർക്കുകയാണ്. അപ്പോൾ നമ്മൾ കാലം കുറേ ശേഷം ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സദ്യ കഴിക്കാൻ നമുക്കൊരു ഇൻവിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമ്മളിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പരിപാടി കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു, സദ്യ കഴിച്ചു. നമുക്കിവിടെ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, ആ ഷൂട്ടിൻ്റെ പരിപാടി തീർത്തു. അങ്ങനെ എല്ലാ പരിപാടികളും തീർത്തിൻ്റെ ഇടയിലാണ് നമ്മൾ വ്ളോഗും കൂടി ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു ചെറിയൊരു വിഷു എന്നാണ് വ്ളോഗ് അല്ലേ, എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുള്ളായി സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെ ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഞങ്ങളാണ് നിങ്ങളോടൊപ്പം ബ്രദേഴ്സ് ട്രാക്ക്.